Hi guys, welcome back to our channel. Oh, we need to talk, yeah. Money, nobody fights you for anything. You അപ്പോൾ ഇന്ന് നമ്മൾ 9 മന്ത് ലാസ്റ്റ് ചെക്കപ്പിന് പോകാം കേട്ടോ. ഇന്ന് അറിയാൻ പറ്റും എപ്പോൾ പോയി അഡ്മിറ്റ് ആവണം. അതൊന്നും ഇപ്പോൾ PV ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് രാവിലെ ഒരു 6:30 ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ രാവിലെ എഴുന്നേറ്റു, കുളിയെല്ലാം കഴിഞ്ഞു, അത്തൂസിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി. പിന്നെ അമ്മച്ചിയുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഡോക്ടർ എന്തൊക്കെയാണ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കും. അതേപോലെ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മാക്സിമം നമുക്ക് നോക്കാം. അങ്ങനെ ഗായ്സ് ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കാത്ത് നിൽക്കും കേട്ടോ. സമയം 7:30 ഇറങ്ങിയാൽ പോലും നമുക്ക് ബസ് കിട്ടാൻ നല്ല ലേറ്റായി. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അധികം വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഗായ്സ്. ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ കുറച്ച് പരിമിതികളുണ്ടായിരുന്നു. പിന്നെ വന്നുടനെ നമുക്ക് വെയിറ്റ് നോക്കി, അതേപോലെ BP ഒക്കെ നോക്കി. എല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മളെ ഡോക്ടറെ കാണിക്കുള്ളൂ. അങ്ങനെ ഇതെല്ലാം നോക്കിയിട്ട് ഡോക്ടറെ ചെന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ഗായ്സ് അവിടെ പോയിട്ട് അത്ര വീഡിയോ ഇട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ ഈ ഫോൺ യൂസ് ചെയ്യേണ്ടതെന്ന് അവർ തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അത്ര വീഡിയോയെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇന്നലെ ചെന്നിട്ട് ഡോക്ടർ എന്താണ് പറഞ്ഞതെന്നും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ പ്രതീക്ഷിക്കാതെ നമുക്ക് കുറച്ച് സംഭവങ്ങളുണ്ടായി. അത് കേട്ടപ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോയി. അപ്പോൾ നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ലാസ്റ്റ് ചെക്കപ്പായിരുന്നു. അതായത് പിന്നീട് എനിക്കറിയാം പോയി ഉടനെ സ്കാനിങ്ങിന് എഴുതി തരുമെന്നറിയാം. അവസാന സ്കാനിങ്ങിനും എഴുതി തന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ ടെസ്റ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് ഡോക്ടർ പറഞ്ഞു എക്കോ ടെസ്റ്റിന് എഴുതി തന്നു. എക്കോ ടെസ്റ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പം തന്നെ പോയിട്ട് എക്കോ ടെസ്റ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. എന്താണ് ഈ എക്കോ ടെസ്റ്റ് എന്ന് എനിക്കങ്ങനെ അറിയില്ലായിരുന്നു. ECG എക്കോ എന്നൊക്കെ പറയില്ലേ, ECG വേറെ എക്കോ വേറെ. അപ്പോൾ എക്കോ ടെസ്റ്റിന് എഴുതി തന്നു. അത്തൂസിൻ്റെ കാര്യത്തിലൊന്നും എനിക്കിങ്ങനെ എക്കോ ടെസ്റ്റിനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും എക്കോ ടെസ്റ്റിന് എഴുതി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ ഒപ്പം വന്ന ഒരുപാട് പേഷ്യൻസ് പറഞ്ഞായിരുന്നു അവർക്കൊക്കെ എക്കോ ടെസ്റ്റിന് എഴുതി കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, എനിക്ക് ഈ എക്കോ ടെസ്റ്റ് പറയുമ്പോൾ എനിക്കിനിപ്പോൾ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കൂടെ വന്നവരും പറഞ്ഞു അവർക്കും ഉണ്ട് എക്കോ ടെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സമാധാനമായി. പിന്നീട് ഡോക്ടർ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം പോയിട്ട് എക്കോ ടെസ്റ്റ് എടുത്തിട്ട് വാ, ബാക്കി കാര്യങ്ങളൊക്കെ നോർമലാണ്, ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമലാണ്, ആദ്യം പോയി എക്കോ ടെസ്റ്റ് മാത്രം എടുത്തിട്ട് വായോ, വന്നിട്ട് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ എക്കോ ടെസ്റ്റ് എടുക്കാൻ പോയി. അവിടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് എക്കോ ടെസ്റ്റും എടുക്കുന്നത്. അപ്പോഴാണ് എക്കോ ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലായത്. നമ്മുടെ നെഞ്ചത്ത് നമ്മുടെ ഹാർട്ടിൻ്റെ ഇതൊക്കെ നോക്കുന്നതാണ്. ഇവിടെ വെച്ചിട്ടാണ് അങ്ങനെ നോക്കിയത്. അങ്ങനെ അത് കഴിഞ്ഞു. അതിന് എങ്ങാണ്ടോ 500 എത്രയോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എക്കോ ടെസ്റ്റിന്. അങ്ങനെ പിന്നെ ഡോക്ടർ തിരിച്ച് വന്ന് ഡോക്ടർ അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എക്കോ നോർമലാണ് പറഞ്ഞു. അപ്പോൾ എനിക്ക് പകുതി ഒരു ആശ്വാസം ആയി. അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ശരി, ഇനിയിപ്പോൾ അടുത്ത ഈ മാസം തന്നെ 12-ാം തീയതി ഒരു സ്കാനിങ് എടുത്തിട്ട് വായോ പറഞ്ഞു. ലാസ്റ്റ് സ്കാനിങ് ആണ് ഇത്. എന്തായാലും ആ ഒരു സ്കാനിങ് എടുത്തിട്ട് പോകുമ്പോൾ ഡോക്ടർ പറയും നമ്മളെപ്പോൾ വന്നിട്ട് അഡ്മിറ്റ് ആവണം, നോർമൽ ഡെലിവറി പോസിബിൾ ആകും എന്നാണ് ഇതുവരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കറിയത്തില്ല. ആ ഒരു സ്കാനിങ് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഡോക്ടർ അത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുള്ളൂ. അങ്ങനെ പിന്നെ ഹാർട്ട് ബീറ്റ് നോക്കാൻ കിടന്നു. ഹാർട്ട് ബീറ്റ് നോക്കാൻ കിടന്നപ്പോൾ ഡോക്ടർ എന്നോട് പറയും അങ്ങനെ ഒരുപാട് പേഷ്യൻസിൻ്റെ ഇതുണ്ട് കേട്ടോ, ചീട്ടുണ്ട് പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ. അപ്പോൾ അങ്ങനെ ഒരു 5-6 പേര്, ആ ഡോക്ടറുടെ പേഷ്യൻസ് മാത്രമായിട്ട് ഒരു 5-6 പേരെ അവിടെ പുറത്തിരുത്തി ഹാർട്ട് ബീറ്റ് നോക്കിയിട്ട് പോയി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ ഇങ്ങനെ ഇരുന്നു. ആദ്യം വേറൊരു പുള്ളിക്കാരത്തിനെ വിളിച്ചു. സെക്കൻഡ് ഞാനായിരുന്നു. സെക്കൻഡ് ഞാൻ പോയിട്ട് കിടന്നിട്ട് ഹാർട്ട് ബീറ്റ് നോക്കുന്ന ഇടയിൽ ഡോക്ടർ പറയുകയാണേ അടുത്ത ആഴ്ച വന്നിട്ട് അനസ്തേഷ്യ ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കാം, എന്നിട്ട് എല്ലാ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തതാണ് നമുക്ക് സർജറിക്കായിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മുന്നോ പേടിച്ചു പോയിട്ടോ. സർജറിയോ C-സെക്ഷനോ? അപ്പോൾ ഇതുവരെ ഇനി സ്കാനിങ് റിപ്പോർട്ട്സിലോ ഇതിലൊന്നും ഒരു കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിച്ച്. ഞാൻ പെട്ടെന്ന് സർജറി കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു സർജറിയോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതേ സർജറി
എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ കൊച്ച് സിസേറിയൻ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, സി സെക്ഷൻ അല്ല, നോർമലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയും അയ്യോ എനിക്ക് മാറിപ്പോയതാ. ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു അയ്യോ സോറി എനിക്ക് മാറിപ്പോയതാട്ടോ. പുള്ളിക്കാരി വേറൊരു പേഷ്യൻസിൻ്റെ നോക്കിയിട്ട് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരിനെ എൻ്റെ അതിൽ മാറ്റി എഴുതി. അയ്യോ ലിസ എന്നല്ലേ പേര് എന്ന് പറഞ്ഞു. അപ്പോൾ അതേ പറഞ്ഞു. എന്നിട്ട് അവരെന്നെ വേഗം മാറ്റി എഴുതി. അവർ പറഞ്ഞു പേടിച്ചു പോയോ പറഞ്ഞു. പിന്നെ പേടിക്കാതെ എൻ്റെ ഉള്ള ജീവൻ അങ്ങനെ പോയ പോലെ ഈ സത്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല പേടിച്ചു പോയിരുന്നു. പേടിക്കേണ്ട നോർമലേ നടക്കുള്ളൂ പറഞ്ഞു. ചെറിയൊരു ആശ്വാസം കിട്ടിയെങ്കിലും അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് എല്ലാം പോയി. അങ്ങനെ ഞാൻ തിരിച്ച് ഡോക്ടറെ അടുത്ത് തന്നെ ചോദിച്ചു ഇനിയിപ്പോൾ ഒരു സ്കാനിങ് എടുത്തിട്ട് വന്നാൽ പോരെ? അപ്പോൾ ഡോക്ടർ മതി പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഇന്നലെ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ല. കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു. അത്തൂസിനെ കൊണ്ടും ഉള്ള പോക്കും. അതേപോലെ അത്തൂസും അമ്മച്ചിയും വന്നു. പക്ഷേ ഫുഡൊക്കെ കഴിക്കുന്ന നല്ല ടൈമായി കേട്ടോ. രാവിലെ ഒരു 7:30 ഇറങ്ങിയിട്ട് ഒരു 12:30 രാവിലത്തെ ഫുഡ് കഴിക്കാൻ പറ്റിയത്. കാരണം അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ പോലും ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ പോയിട്ടുണ്ടായത്. ഇനി അങ്ങോട്ടുള്ള ഓരോ അപ്ഡേറ്റ്സും ഈ പ്രഗ്നൻസിനെ കുറിച്ചിട്ട് അടുത്ത സ്കാനിങ് എടുക്കുമ്പോൾ എന്ത് പറയും എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാ വീഡിയോസും പുറകെ തന്നെ വരുന്നുണ്ട്. പുതിയതായി പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കും അമ്മയാൻ പോകുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളും പേടിക്കാതെ ഹാപ്പിയായി സേഫായി ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും